മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിലാപത്തിൻ്റെ പുസ്തകം 3:22 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അസ്തമിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അപ്പോൾ പുതുപുത്തൻ അനുഭവങ്ങളുമായി ഒരു ദിവസം കൂടി നമുക്ക് ഒരു ദിവസത്തെ ആയുസ് കൂടി നീട്ടിത്തന്നിരിക്കുന്നു, പുതിയതായി തുടങ്ങാൻ. ഇന്നലെ അത് കഴിഞ്ഞുപോയി, നാളെ നമ്മുടെ കയ്യിലില്ല. നാളെ നമ്മൾ ഉണ്ടോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇന്ന് ഫലപ്രദമായി ദൈവത്തോട് ചേർന്ന് ദിവസം ആരംഭിച്ച് ദൈവത്തോട് കൂടെ പൂർത്തിയാക്കുവാൻ നമുക്കിടവരട്ടെ. നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും ദൈവാനുഗ്രഹം ഉള്ളതായി, ദൈവിക സ്പർശനമുള്ളതായി തീരുവാൻ ഇടവരട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലും രാജ്യത്തും വിവിധ മതങ്ങൾക്കിടയിലാണെങ്കിലും സമൂഹത്തിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി വ്യക്തികളിൽ സമാധാനം കുറയുന്നു. അടിസ്ഥാനപരമായിട്ട് അത് തന്നെയാണ്. അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനം പോവുകയാണ്. കുടുംബം സമൂഹത്തിൻ്റെ ഹൃദയമാണ്. ആ കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ സമൂഹത്തിലുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തികളെയും സമർപ്പിച്ച് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ സമാധാനത്തിൻ്റെ രാജ്ഞിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായ വചനം, ഇന്നത്തെ വചനം കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കാം. ആ വചനമനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനിലൂടെ വെളിവാക്കപ്പെട്ട വചനം അത് ഞങ്ങളിൽ മാംസം ധരിച്ച് ഞങ്ങളുടെ അയൽവക്കത്തും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും
അവിടുത്തെ സാന്നിധ്യം ഞങ്ങളിലൂടെ ലഭിക്കുവാൻ കഴിയത്തക്ക വിധം ഞങ്ങളിൽ രൂപാന്തരം സംഭവിക്കുവാൻ അവിടുന്ന് നൽകുന്ന ഈ വചനം കാരണമാകട്ടെ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവിടുത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. ആത്മാവിനെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വചനം മാംസം ധരിച്ച പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ വലിയ കൃപ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, നമുക്കിന്ന് ലൂക്കായുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വായിച്ച് കേൾക്കാം. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്ന് പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. എത്രയോ സുന്ദരമായ പ്രാർത്ഥന, എത്രയോ മനോഹരമായി സ്വർഗസ്ഥനായ പിതാവിനെ കുഞ്ഞുങ്ങൾ എത്ര സ്നേഹത്തോടെ വിളിക്കുന്നുവോ, നമ്മുടെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങൾ എങ്ങനെയാ വിളിക്കുന്നത്, എത്ര സ്നേഹത്തോടെ വിളിക്കുന്നത്, അതുപോലെയാണ് അബ്ബാ, പിതാവേ എന്ന് യേശു വിളിക്കാൻ പഠിപ്പിക്കുകയാണ്. പണ്ടൊക്കെ അകലങ്ങളിലുള്ള ഒരു ദൈവത്തെ, യഹോവയാണ് അവർ കണ്ടിരുന്നത്. ശിക്ഷിക്കുന്ന, കോപിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിത്രമാണ്. പക്ഷേ സ്നേഹിക്കുന്ന, കരുതലുള്ള ഒരു ദൈവത്തിൻ്റെ ചിത്രം യേശുവിലൂടെ കിട്ടുകയാണ് നമുക്ക്. അന്നുവരെ മനുഷ്യൻ മനസ്സിലാക്കാത്ത വലിയ യാഥാർത്ഥ്യമാണ്. കർത്താവ് പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഈ വലിയ പ്രാർത്ഥനയാണ്. അതിലെല്ലാം ഉൾച്ചേർന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒന്നാം സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന അനുഭവം, പിന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് അവിടുത്തെ ഹിതം. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ആ വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് ദൈവഹിതത്തിലാണ്. മറ്റൊന്ന്, നമ്മളോട് തെറ്റ് ചെയ്തവരോട് നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. അങ്ങനെ ക്ഷമിക്കണ്ട ഞങ്ങളോട്. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിച്ചാൽ മാത്രം ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി എന്ന് നമ്മൾ ഏറ്റുപറയുകയാണ്. വടി കൊടുത്ത് അടി മേടിക്കുന്ന അനുഭവമാണ്. അതാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, അടി കൊള്ളാതിരിക്കണമെങ്കിൽ കർത്താവ് എങ്ങനെയാണോ ജീവിച്ച് കാണിച്ചത് അതുപോലെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കില്ല എന്ന് കൃത്യമായിട്ട്, ക്ഷമിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ക്ഷമിച്ചാൽ മതി, ഞങ്ങൾ ക്ഷമിച്ചെങ്കിൽ മാത്രം ക്ഷമിച്ചാൽ മതി എന്നാണ് നമ്മൾ കർത്താവിനോട് പറയുന്നത്. ഏറ്റവും അവസാനം ചേർക്കുന്ന ഇതാണ്, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവ് ഗെത്സമൻ തോട്ടത്തിൽ രക്തം വിയർത്തു പോകാത്ത ആ അവസ്ഥയിൽ മാനസിക വ്യഥ അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ശക്തിക്ക് വേണ്ടി കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച 3 പേരെ കൊണ്ടുപോയി, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ആ 3 പേരും കിടന്ന് ഉറങ്ങുകയാണ്. അവരെ കർത്താവ് വിളിച്ചെഴുന്നേൽപ്പിച്ചു. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം.
ഉറക്കം തൂങ്ങിക്കൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അവരൊക്കെ 0 മാർക്ക് പരീക്ഷ. അവസാനം കർത്താവ് കുരിശെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഏകനായി. അവർക്കെന്താ പ്രശ്നം വല്ലതും ഉണ്ടോ? അപ്പസ്തോലന്മാർക്ക് 3 പേർക്ക് ഒരു പ്രശ്നവും ഇല്ല. അവർ സുഖമായിട്ട് കിടന്നുറങ്ങി. ഉള്ളിൽ വിങ്ങുന്ന വേദനയിലിരിക്കുന്ന ഒരാൾക്കാണ് തീവ്രമായ വേദനയോടെ പ്രാർത്ഥിക്കുവാണ്, കഴിയുമെങ്കിൽ ഇത് ഒഴിവാക്കി തരണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഈ അടിസ്ഥാന നിലപാട് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ പലപ്പോഴും പത്രങ്ങളിലും കത്തോലിക്ക മാസികകളിലും ഒക്കെ കാണാറുണ്ട്, ഏതെങ്കിലും വിശുദ്ധരുടെയോ ഏതെങ്കിലും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ജോൺ പോൾ രണ്ടാമൻ്റെ ഒക്കെ വെച്ചിട്ട് അടിയിൽ കൊടുക്കുകയാണ്, ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണ. ആരുടെ ഉദ്ദിഷ്ട കാര്യം? അതായത് ഞാൻ ആഗ്രഹിച്ച കാര്യം എനിക്ക് നിറവേറ്റി തന്നതിന് താങ്ക്സ്. കർത്താവിൻ്റെ മനസ്സെങ്ങനെയാ? നിന്റെ ഇഷ്ടം, എൻ്റെ ഇഷ്ടമല്ല. നമ്മൾ നേരെ വിപരീതമാണ്. കാര്യം കാണുന്നത് വരെ സോപ്പിടുന്ന മനുഷ്യൻ്റെ തനി നിറം, അത് കഴിഞ്ഞാൽ പിന്നെ മറക്കും. വാസ്തവത്തിൽ ഇതല്ല പ്രാർത്ഥന. നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെ അടിസ്ഥാന നിലപാടെന്ന് പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ആ ഒരു മനോഭാവത്തോടു കൂടി വേണം. പലപ്പോഴും പലരും പ്രാർത്ഥിക്കുന്നത് കുറേ നിവേദനം സമർപ്പിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ പ്രാർത്ഥന പോലും ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയിലേക്കാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം ഇത്രയേ ഉള്ളൂ. എന്താണ് വിശ്വാസം? പിതാവായ ദൈവവും ഞാൻ തമ്മിലുള്ള ബന്ധം എന്താണ്? ശരിക്കു പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയവും എൻ്റെ ഹൃദയവും ഒന്നിച്ച് യോജിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥനയുടെ അനുഭവം. എൻ്റെ ആത്മാവിൻ്റെ ശ്വാസമാണ് പ്രാർത്ഥന. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് പ്രാർത്ഥന. എൻ്റെ ആത്മാവിൻ്റെ ശ്വാസം നിലച്ചു പോയാൽ പിന്നെ ശവമായി. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥന ഇല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ മരണം സംഭവിക്കുവാണ്. പണ്ടൊക്കെ വീടുകളിൽ സന്ധ്യയ്ക്ക് മണിയടിക്കുമ്പോൾ മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ച് മുട്ടിന്മേൽ നിന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആ അനുഭവം ഇന്നത് കൈമോശം വന്നിരിക്കുക. ഇന്ന് TV പ്രോഗ്രാമിനും മറ്റ് മൊബൈലിലും പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ പോലും മൊബൈലിനിട്ട് തോണ്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ പോലും ഉണ്ട്. എന്തോന്നാണ് കാട്ടിക്കൂട്ടലുകൾ! അതിൻ്റെ ഫലം അറിയാനുമുണ്ട്. എവിടെയെങ്കിലും യാത്ര പോയി രാത്രി ഇത്തിരി വൈകിയാണ് കുടുംബാംഗങ്ങൾ എത്തുന്നതെങ്കിൽ മാതാപിതാക്കന്മാർ മക്കളോട് പറയുന്നത് എന്താണ്? ഇന്നിനി നേരം ഇത്രയൊക്കെ വൈകിയില്ലേ, നിങ്ങൾ കുളിച്ച ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നോ, ഇന്ന് പ്രാർത്ഥന വേണ്ട. എന്ത് മെസ്സേജാണ്, എന്ത് സന്ദേശമാണ് ആ മക്കൾക്ക് കൊടുക്കുന്നത്? ഇത്രയൊക്കെ ഉള്ളൂ പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് ഇത്രയൊക്കെ പ്രാധാന്യം കൊടുത്താൽ മതി എന്ന് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം. പ്രാർത്ഥന എന്താണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും പ്രാർത്ഥന മുടക്കില്ല. കുടുംബ പ്രാർത്ഥന മുടക്കില്ല. നമ്മുടെ ഉറവിടവും നമ്മുടെ ജീവൻ്റെ നമ്മളെ നയിക്കുന്ന കരുണയുള്ള ശക്തനായ സർവശക്തനായ ദൈവം, പരിപാലിക്കുന്ന ദൈവവുമായിട്ടുള്ള ആ ബന്ധം, അതാണ് പ്രാർത്ഥനയിലുണ്ടാകുന്നത്. ആ ബന്ധം പോയാൽ നമ്മുടെ ജീവൻ പോയി. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് കർത്താവ് പറയുന്നുണ്ട്. തായ്തണ്ടിനോട് ശിഖരം ചേർന്നിരിക്കണം, എന്നിൽ വസിക്കണം. എന്നിൽ വസിച്ചാൽ ഫലങ്ങളുണ്ടാകും. ആ വസിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥനയിൽ. കുടുംബ പ്രാർത്ഥനയിൽ വിള്ളൽ വരുമ്പോൾ അത് സുരക്ഷിതമായ ഒരു കോട്ടയാണ് ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനും സമാധാനത്തിനും. പക്ഷെ അവിടെ പ്രാർത്ഥനയ്ക്ക് ഇതുപോലെ വിള്ളൽ വരുമ്പോൾ ആ വിടവിലൂടെ സാത്താൻ ഉള്ളിൽ കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമ്മുടെ കുടുംബ പ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത്. ബാറ്ററി വീക്കായെന്നാൽ പോക്കാണ്. നമ്മൾ മൊബൈലിൽ ബാറ്ററി ലോ ആയി കഴിയുമ്പോൾ റീചാർജ് ചെയ്യും. എമർജൻസി ലാമ്പ് കറണ്ടുള്ള സമയത്ത് ആ വൈദ്യുതിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മാത്രമേ കറണ്ട് ഇല്ലാത്തപ്പോൾ പ്രകാശം കൊടുക്കാൻ അതിന് കഴിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടെങ്കിലേ നമ്മിലും പ്രകാശമുള്ളൂ, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാനും സാധിക്കുകയുള്ളൂ. ആ ഉറവിടം, ശക്തിയുമായിട്ടുള്ള ബന്ധം, ദൈവിക ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവ സാന്നിധ്യവുമായിട്ടുള്ള നമ്മുടെ ആ ബന്ധം, അതാണ് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാനുള്ള ഒരു ശക്തി. പൈശാചിക തിന്മയുടെ മേൽ വിജയം വരിക്കാനുള്ള കൃപ കിട്ടുന്നത് അവിടെയാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും പരസ്പരം സ്തുതി ചൊല്ലുകയും ചെയ്യുന്ന നല്ല പതിവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോകരുത്. പ്രാർത്ഥന, അപ്പോൾ നമ്മൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ ദൈവം കൃപ തരും. നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുന്നെങ്കിൽ മാത്രമേ തരൂ. ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടും, എളിമയോടുകൂടി പ്രാർത്ഥിച്ചാൽ കിട്ടും. നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് ആ പ്രാർത്ഥന കേൾക്കും. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയ നൈർമല്യത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റണം. വെറുപ്പും വിദ്വേഷവും പകയും അസൂയയും വെച്ച് പുലർത്തുന്ന മനസ്സോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കില്ല ദൈവം. അതിന് ദൈവത്തെ പഴിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം മുഴുവനും ഒരു പ്രാർത്ഥനയാക്കി മാറ്റാം. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ രാത്രി മുഴുവൻ പിതാവായ ദൈവവുമായിട്ടുള്ള പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ട് ശക്തി സംഭരിച്ചിട്ട് പകൽ സമയം മുഴുവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന കർത്താവ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി വേണമെങ്കിൽ കർത്താവുമായിട്ടുള്ള ഒരു ബന്ധം വേണം. ഈ ടെലിഫോൺ ലൈൻ മുകളിൽ കൂടെ പോയെന്ന് കരുതി നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുകയില്ല, ഇങ്ങോട്ട് കണക്ട് ചെയ്യണം. ഇതുപോലെ ഡിഷ് ആൻറ്റിന തുറന്നിരുന്നാൽ മെസ്സേജ് കിട്ടുകയുള്ളൂ, കമിഴ്ത്തി വെച്ചാൽ കിട്ടില്ല. നമ്മുടെ ഹൃദയവും മനസ്സും തുറന്നു വെക്കാം ദൈവത്തിൻ്റെ പക്കലേക്ക്. ദൈവം നമ്മെ നയിക്കും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെട്ടല്ലോ, യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. കർത്താവ്, എത്ര വലിയൊരു അനുഭവമാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനിൽ രൂപാന്തരം സംഭവിക്കുന്നു. അതാണല്ലോ താബോർ മലയിൽ കണ്ടത്. സ്വർഗം ഇറങ്ങി വരുന്ന അനുഭവമാണ്, സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവമാണല്ലോ പ്രാർത്ഥിക്കുമ്പോൾ. ശരിക്കും പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ കർത്താവേ. കർത്താവെ, ചിലപ്പോഴൊക്കെ സ്വർഗം തുറക്കുന്നതിന് പകരം പലപ്പോഴും ഞങ്ങൾ പല വിചാരങ്ങളിൽ മുഴുകി വേണ്ടത്ര ഭക്തിയില്ലാതെ ശ്രദ്ധയില്ലാതെ കടത്ത് കഴിക്കൽ പോലെ നടത്തി വിടുമ്പോൾ കർത്താവെ യാതൊരു ഫലവും ഇല്ലാതെ പോകുന്ന അനുഭവങ്ങൾ. കർത്താവെ, യഥാർത്ഥ ബോധ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യഥാർത്ഥ ഉറവിടം, ജീവൻ്റെ ഉറവിടം, കരുണയുടെ, സ്നേഹത്തിൻ്റെ, പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുമായിട്ടുള്ള ആ ബന്ധം അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ കർത്താവെ ഒരു വിടവും ഇല്ലാതെ എന്നും പ്രാർത്ഥിക്കാൻ, എപ്പോഴും പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ, സ്വന്തം ജീവിതത്തിൽ അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന മനോഭാവത്തോടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു എന്ന ഉറച്ച ബോധ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി, പേരിന് കാരണക്കാരായ എല്ലാ വിശുദ്ധാത്മാക്കളും വഴി, ഇടവക മധ്യസ്ഥരായ വിശുദ്ധരുടെ പ്രാർത്ഥനകളോട് ചേർന്ന്, കാവൽമാലാഖമാരോട് ചേർന്ന്,
യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവമേ അവിടത്തേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. Blood of Jesus, anointing, power, power, power. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി അങ്ങ് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ, അങ്ങേക്കാരാധന. ആയിരം ആരാധന, അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. രോഗം മാറ്റും, ശാപം നീക്കും, സൗഖ്യം പകരും തിരുരക്തം. രോഗം മാറ്റും, ശാപം നീക്കും, സൗഖ്യം പകരും തിരുരക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം, എന്നിൽ അത്ഭുതം തീർക്കും രക്തം. കാരുണ്യ സ്രോതസ്സായി ഒഴുകും രക്തം, എന്നിൽ അത്ഭുതം തീർക്കും രക്തം. വിലപിക്കും മക്കൾക്ക് തിരുവിലാവിൽ നിന്നും തിരുരക്തമൊഴുക്കുന്ന തിരുസ്നേഹമേ, നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. നിൻ തിരുരക്തത്താൽ എന്നെ കഴുകണേ സ്നേഹനാഥ. അങ്ങേക്കാരാധന. ആയിരം ആരാധന. അങ്ങേക്കാരാധന. ആത്മാവിലാരാധന. യേശുവിൻ്റെ ജനനത്തിനും യേശുവിൻ്റെ ഉത്ഥാനശേഷവും ദൈവം ലോകത്തിന് നൽകുന്നത് സമാധാനമാണ്. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല. പ്രിയമുള്ളവരെ, നമുക്ക് ആ സമാധാനം എന്നും എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സഭയുടെ തലവനായ ലയോ പാപ്പായോടും കർദിനാൾമാർ, മെത്രാപ്പൊലീത്താമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി
സമാധാനത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒരു ജപമാല ചൊല്ലി ലോകം മുഴുവനുമുള്ള എല്ലാ മരിയൻ കൂടാരങ്ങളിലെ ജപമാലകളോട് ചേർത്ത് നമുക്ക് കാഴ്ചവെക്കാം. ഈ ഒരു ദിവസം ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായി നിങ്ങൾക്ക് തീരട്ടെ. ദൈവാനുഗ്രഹമുള്ള ഒരു ദിവസം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.